സുനിൽകുമാർ, അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി. ഇപ്പോൾ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്ന തെളിവുകളിലും ആ ചോദ്യം ഉയരുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് കോടതിയിലേക്ക് പോയില്ല? സ്മൃതി, ഈ അനീഷ് കുമാർ എൻ്റെ ഒരു സുഹൃത്താണ്, അഭിഭാഷകനാണ് അദ്ദേഹം. പക്ഷേ ഈ കാര്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുകയാണ്. അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം, ജനാധിപത്യത്തിൽ ജയവും തോൽവിയും അംഗീകരിക്കാനുള്ള ഔചിത്യവും ഔന്നിത്യവുമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കുണ്ടെന്ന് അദ്ദേഹം ആദ്യം മനസ്സിലാക്കണം. തൃശ്ശൂർ പാർലമെൻറ്റ് മത്സരത്തിൽ പരാജയപ്പെട്ടതോടുകൂടി ഞാൻ ഈ നാട് വിട്ടു പോയിട്ടൊന്നുമില്ല. ഞാൻ ഈ നാട്ടിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വ്യക്തിപരമായിട്ട് ഒരിക്കൽ പോലും ആരെയും ഞാൻ ആക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു സമചിത്തത. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവരുടെ സമചിത്തത ഇല്ല എന്ന് പറയുന്ന ആളുകൾ ആരാണ്? മറ്റുള്ളവർക്കൊക്കെ സമയത്ത് ഇല്ലാത്തവരാണെന്ന് പറയുന്നത് ആരാണ്? ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമയത്തത പോയി, ആർക്കാണ് ആ സമയത്തത പോയിരിക്കുന്നത്? അദ്ദേഹം ഒരു പാർട്ടിയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന ആളായിരുന്നല്ലോ. ആ ജില്ലാ പ്രസിഡൻ്റായിരുന്ന ആളായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൂചിപ്പിക്കുകയാണ്, ഇങ്ങനെയാണോ സംസാരിക്കുക? ഞാനിവിടെ സംസാരിച്ച ഓരോ കാര്യങ്ങളും വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കണ്ടേക്കാം, പക്ഷേ താങ്കൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞങ്ങൾ പരാതി കൊടുത്തില്ല എന്ന് താങ്കൾ പറയുന്ന എന്ത് അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 22/1/2024 ശേഷം ഉണ്ടായിട്ടുള്ളതാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന അനധികൃതമായ വോട്ട് ചേർക്കൽ മുഴുവൻ നടന്നിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ ഞങ്ങൾ കൊടുത്തിട്ടുള്ള 4 പരാതികളുടെ കോപ്പി ഞാൻ അവിടെ റിസീവ് ചെയ്ത കോപ്പി ഇവിടെ കാണിച്ചിട്ടാണ് അനീഷ ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് വെറുതെ സംസാരിക്കുന്ന ഒരാളാണ് താങ്കൾ, തെറ്റിദ്ധരിക്കേണ്ട. പിന്നെ ഒരു കാര്യം, താങ്കൾ പറയുന്ന പല കാര്യങ്ങളും CPM-നെ വെല്ലുവിളി, ഞങ്ങൾ അങ്ങനെയൊന്നും നിങ്ങൾ പ്രകോപിപ്പിക്കാൻ നോക്കരുത്. നിങ്ങൾ ഇവിടെ വോട്ട് ഞാനിവിടെ അടുത്ത ദിവസങ്ങളിൽ താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട ചേലക്കരയിലും വടക്കാഞ്ചേരിയിലും പെട്ട ആളുകൾ, അവിടെ താമസിക്കുന്ന ആളുകൾ ഇവിടെ വോട്ട് ചേർത്തതിൻ്റെ കണക്കുകൾ സഹിതം ഞാൻ പുറത്തു വിട്ടാൽ താങ്കൾ മറുപടി പറയുമോ? പിന്നെ ഒരു കാര്യം, സുരേഷ് ഗോപി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവിടെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റിന് വോട്ട് ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ മുഴുവൻ ഇങ്ങോട്ട് വരുത്തി എന്ന് പറയുന്നത് തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ പല സ്ഥലത്തുണ്ടായിട്ടും അടുത്തടുത്ത പഞ്ചായത്തുകളിലുണ്ടായിരുന്ന BJP-ക്കാരെ മുഴുവൻ നിങ്ങളിവിടെ പല വീടുകളിലും ഫ്ലാറ്റുകളിലും BJP കൗൺസിലർമാരെയും പല ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചേർത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയും യാഥാർത്ഥ്യവുമാണ്. അതുകൊണ്ട് മാത്രമാണ് പരാജയപ്പെട്ടതെന്ന് പറയാൻ വേണ്ടിയല്ല ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ പല മാർഗങ്ങളിൽ ഒരു മാർഗമായി ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊരു വസ്തുത പറയാൻ അവസരം കിട്ടുമ്പോൾ ഞങ്ങളത് പറയും. അത് ഇലക്ഷൻ കമ്മീഷന്റെ അത് പറയുമ്പോൾ അനീഷിനെ പോലെ ആളെ ഒരു മിനിറ്റ് അത് പറയുമ്പോൾ അത് വ്യക്തിപരമായ ഒരാളുടെ പരാജയത്തെ, ഒരു പരാജയപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിൽ ഒരു വോയിസ് ഉണ്ട്, അത് മനസ്സിലാക്കണം. ഭൂരിപക്ഷം കിട്ടിയവരുടെ മാത്രം ശബ്ദമല്ല ജനാധിപത്യം. പരാജയപ്പെട്ടവർ, ഞാനിവിടെ എനിക്ക് വോട്ട് ചെയ്യാത്തവരെ അപഹസിക്കുകയല്ല, സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തവരെ അപഹസിക്കുകയുമല്ല ചെയ്യുന്നത്. ജനാധിപത്യത്തിൽ നിങ്ങൾ ലക്ഷക്കണക്കിന് കിട്ടിയ വോട്ടിൽ 100 വോട്ടെങ്കിലും നിങ്ങൾ അനധികൃതമായി കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ, 100 വോട്ടുകൾ അനധികൃതമായി കൈപ്പറ്റിയിട്ടുണ്ടെന്ന് പറയാൻ ജനാധിപത്യത്തിൽ അവസരം ഉണ്ടാവണം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.